Next topic is components of a weir. Launching apron, inverted filter, upstream side pile, downstream pile, crust shutter, block protection, floor of weir, weir wall. These are the main components of a weir. Launching apron, upstream സൈഡിലും ഡൗൺസ്ട്രീം സൈഡിലും സ്കൗർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ്ലി പാക്ഡ് സ്റ്റോൺസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ലോഞ്ചിങ് അപ്രോൺ. ഓക്കെ, ടു പ്രിവെൻറ്റ് സ്കൗറിംഗ് എഫക്റ്റ്, ലൂസ്ലി പാക്ഡ് സ്റ്റോൺസ് പ്രൊവൈഡഡ് ഓൺ അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം സൈഡ്. ഹിയർ ലെങ്ത് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ലെങ്ത് ഈക്വൽസ് ടു 2.5 d2 where d2 is the downstream side depth. Inverted filter, mix of sand and gravel to relieve the uplift pressure. Uplift pressure remove ചെയ്യാൻ വേണ്ടിയിട്ട് sand gravel mix ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇൻവേർട്ടഡ് ഫിൽറ്റർ. ഹിയർ ലെങ്ത് ഈക്വൽസ് ടു 1.5 d2 where d2 is the depth of downstream pile. Barrage, raising of water level in the upstream side is controlled by gates. High control on flow. ബാരേജിൽ ഗേറ്റ്സ് ഉണ്ട്. ഈ ഗേറ്റ്സ് ആണ് വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഹൈ ലെവലിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സിൽട്ടിങ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, ട്രാൻസ്പോർട്ടേഷൻസ് ക്യാൻ ബി പ്രൊവൈഡഡ്. സിൽട്ടിങ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, ഓൾസോ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ആണ് ബാരേജ്. നെക്സ്റ്റ് ടോപ്പിക് കമ്പോണൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. മെയിൻ കമ്പോണൻസ് marginal bunt, guide bank, weir, fish ladder, scoring sluice, dividing wall, head regulators. These are the main components of diversion headwork. First one, divide wall. Separate the weir and the under sluice section. Weir name under sluice section name separate ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് divide wall. Constructed parallel to the direction of flow of river and constructed perpendicular to axis of weir. ഡിവൈഡ് വാള് റിവറിൻ്റെ ഫ്ലോയ്ക്ക് പാരലലും വിയറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അണ്ടർ സ്ലൂയിസ്, ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് വിയർ. വിയറിൻ്റെ ബേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓപ്പണിംഗ് ആണ് അണ്ടർ സ്ലൂയിസ്. വെരി ലോ ക്രസ്റ്റ് ലെവൽ കമ്പയർഡ്സ് ടു വിയർ. വിയറിനെ കമ്പയർ ചെയ്യുമ്പം ക്രസ്റ്റ് ലെവൽ വെരി ലോ ആണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് അഡ്ജസ്റ്റബിൾ ഗേറ്റ്. അഡ്ജസ്റ്റബിൾ ഗേറ്റ് ഉണ്ട്. So when the silt deposition in the upstream side is very high, we agitate the silt and this comes in suspensions. Upstream side silt deposition കൂടുന്ന സമയത്ത് അണ്ടർ സ്ലൂയിസ് ഹെൽപ്പ് ചെയ്ത് സിൽസിനെ താഴോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സിൽറ്റ് എക്സ്ക്ലൂഡർ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദ കനാൽ. കനാൽസിലോട്ടുള്ള സിൽറ്റിൻ്റെ എൻട്രി തടയുന്നത് സിൽറ്റ് എക്സ്ക്ലൂഡർ ആണ്. പ്രൊവൈഡഡ് അറ്റ് ദ ഹെഡ് ഓഫ് കനാൽസ്. കനാൽസിൻ്റെ ഹെഡിലാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിൽറ്റ് ഇജക്റ്റർ റിമൂവ്സ് ദ സിൽറ്റ് ഓൾറെഡി എൻറ്റേർഡ് ഇൻ ടു ദ കനാൽസ്. കനാൽസിൽ ഓൾറെഡി എൻറ്റേർഡ് ചെയ്തിട്ടുള്ള സിൽറ്റിനെ ഇജക്റ്റ് ചെയ്യുന്നത് സിൽറ്റ് ഇജക്റ്റർ ആണ്. പ്രൊവൈഡഡ് ഇൻ ദ കനാൽസ്. കനാൽസിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ്, ദ റെഗുലേറ്റർ പ്രൊവൈഡഡ് ഇൻ ദ പാരൻറ്റ് ഓർ മെയിൻ കനാൽ ടു റൈസ് ദ വാട്ടർ ലെവൽ ഈസ് ക്രോസ് റെഗുലേറ്റർ. വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ കനാൽസിൽ കൊടുത്തിട്ടുള്ളത് ക്രോസ് റെഗുലേറ്റർ. ദ റെഗുലേറ്റർ പ്രൊവൈഡഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ കനാൽസ് ടു കൺട്രോൾ ഫ്ലോ ഓഫ് വാട്ടർ. ഹെഡ് റെഗുലേറ്റർ അതായത് കനാൽസിൻ്റെ ഹെഡിൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഹെഡ് റെഗുലേറ്റേഴ്സ്. ഫിഷ് ലേഡർ, ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഫോർ ദ സ്മൂത്ത് പാസേജ് ഓഫ് ഫിഷസ്. അതായത് ഫിഷസിൻ്റെ സ്മൂത്ത് പാസേജിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഫിഷ് ലേഡർ. ബാഫിൽ വാൾസ് ആർ പ്രൊവൈഡഡ് ടു റെഡ്യൂസ് ദ വെലോസിറ്റി. ബാഫിൽ വാൾസ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഗൈഡ് ബാങ്ക് പ്രൊവൈഡ്സ് എ സ്മൂത്ത് അപ്രോച്ച് ടു പ്രിവെൻറ്റ് ഓവർഫ്ലോ ഓഫ് വാട്ടർ. വാട്ടർ സ്മൂത്തായിട്ട് വരുന്നതിനും വാട്ടറിൻ്റെ ഓവർഫ്ലോ തടയുന്നതിനും വേണ്ടിയിട്ടാണ് ഗൈഡ് ബാങ്ക് യൂസ് ചെയ്യുന്നത്. മാർജിനൽ ബൺസ് പ്രൊട്ടക്ട് ദ സറൗണ്ടിങ് ഏരിയ ഫ്രം സബ്മർജൻസ്. സറൗണ്ടിങ് ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ ബൺസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്ലൈസ് ക്രീപ്പ് തിയറി അസംഷൻസ്. ദ പെർക്കുലേറ്റിംഗ് വാട്ടർ ഫോളോസ് ദ ഔട്ട്ലൈൻ ഓഫ് ദ ബേസ് ഓഫ് വിയർ. പെർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടർ ഫോളോ ചെയ്യുന്നത് വിയറിൻ്റെ ഔട്ട്ലൈൻ ബേസിനെയാണ്. ദ ലോസ് ഓഫ് ഹെഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത്. ലോസ് ഓഫ് ഹെഡ് ക്രീപ്പ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്രീപ്പ് ലെങ്ത് ഈസ് ഈക്വൽസ് ടു 2d1 plus b plus 2d2 where L is the sum of vertical creep plus horizontal creep.
H by L equals to C, where H is the loss of head, L is the length of creep, C is the percolation coefficient. Loss of head per unit length. L by H equals to C is the reciprocal of percolation coefficient. Piping. Flow of water from downstream to upstream side. Water flow ചെയ്യുന്നത് downstream side to upstream side ആണ്. Safety against piping increases with the length, where L equals to CH. Safety against uplift pressure increases with the thickness, where T equals to H by G minus 1. H is the uplift pressure head. G is the specific gravity. T equals to 4 by 3 into H by G minus 1, where 4 by 3 is the factor of safety. Lane's weighted creep theory. Lane's weighted creep theory പറയുന്നത് when compared to horizontal creep and vertical creep is more significant. When vertical creep equals to 3, horizontal creep equals to 1. So length L equals to 6d1 plus p plus 6d2.